ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പി കെ കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ഒരു യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. അല്ലുട്ടനും മൈനൂസിനെയും ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ചെരുപ്പൊക്കെ ഇടിപ്പിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. എന്ത് കാര്യമുണ്ട്, അവർ കണ്ടില്ലേ, അവർ ഇതെല്ലാം ഡ്രസ്സ് ചെയ്ത് നിർത്തിയിട്ടുണ്ടെങ്കിലും അവർ വീണ്ടും മണ്ണിൽ പോയി കളിച്ച് പോകാൻ നേരത്തെ ഡ്രസ്സുമൊക്കെ ആകെ അഴുക്കാക്കുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ കണ്ണച്ചൻ്റെ വണ്ടിയാണ്. കണ്ണച്ചൻ്റെ വണ്ടി ഇവിടെ സർവീസ് ചെയ്യാൻ വേണ്ടി അത് കൊടുക്കാൻ വേണ്ടി ഇവിടെ വെച്ച് പോയതാണ്. അപ്പോൾ കൊടുത്തിട്ടില്ല, നാളെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ നീൽ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഈ വണ്ടിക്ക് പോയാലോ എന്ന് പറഞ്ഞു. ഒരുപാട് നാളെയും നീൽ ചേട്ടൻ ഇങ്ങനത്തെ വണ്ടി എടുത്തിട്ട്, നീൽച്ചാൻ്റെ വണ്ടി ആണെങ്കിലോ അത് എന്താ പറയുക, കുറേ നാളായി കുന്നുംപുറത്ത് കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇടയ്ക്ക് നന്നാക്കും, കുറച്ച് നാളോടും വീണ്ടും ഇതാവും. പക്ഷെ നീൽച്ചാൻ്റെ ആ വണ്ടി കൊടുക്കാനായിട്ട് ഒട്ടും പറ്റില്ല. നീൽച്ചാൻ്റെ ആത്മാവും എല്ലാതും അതിലാണ് നിൽക്കുന്നത്. പൾസർ 220, അതായത് എനിക്ക് തോന്നുന്നു 10, 13, 14, 5 വർഷമായെന്ന് തോന്നുന്നുണ്ട്. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് പറയുന്നതാണ് ഇത് ഈ വണ്ടി 11 വർഷമായിരുന്നു. അപ്പോൾ എന്നാലും ഇത്രയും വർഷം കഴിഞ്ഞതല്ല, അപ്പോൾ ഒരു 15 വർഷമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കൊടുത്തിട്ടില്ല. എനിക്ക് ആ വണ്ടി ഭയങ്കര ഇഷ്ടമാട്ടോ. കാരണം ഞാൻ കല്യാണം ആലോചിച്ച് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടത് ആ വണ്ടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ വണ്ടി. ആ വണ്ടിയുടെ മോഡലൊക്കെ ഭയങ്കര ചെത്ത് വണ്ടിയാണ്. ഇപ്പോഴും ആ വണ്ടിക്ക് നല്ലൊരു രസമാണ് കാണാനായിട്ട്. അതൊക്കെ ഒരു കാലം. അപ്പോൾ ഞങ്ങളിത് ഈ വണ്ടിയിൽ പോവുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ വണ്ടി ആകുമ്പോൾ എന്താ സുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഒരാൾ ഇരുത്താൻ പറ്റും, അതേപോലെ തന്നെ ബാക്കിൽ നമ്മുടെ നടുക്ക് ഒരാൾ ഇരുത്തും. നമ്മൾ 2 വീലറിന് പോകുമ്പോൾ നടുക്ക് തന്നെ 2 പേര് ഇരുത്തുമ്പോൾ ഇടയ്ക്ക് ഓരോ ചൊറിച്ചിൽ വരും 2 കൂട്ടർക്കും. അപ്പോൾ ഒന്ന് പിച്ചും തലോണിട്ട് ബാക്കിലുള്ളവർക്ക് ഇടി കൊടുക്കും. അപ്പോൾ അത് ഭയങ്കര സീനായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ സേഫാണ്. എന്താ പറയുക, അപ്പുറത്ത് ഇരുന്ന് കൊഞ്ഞനം കുത്തിക്കോളും, ദേഹോപദ്രവങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് കൈസ്. അപ്പോഴേക്കും കാശുക്കുട്ടൻ കയറിയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ. അല്ലുക്കുട്ടനെ വീണ്ടും എൻ്റെ അടുത്ത് ആക്കിയിട്ടുണ്ട്. അവൻ എൻ്റെ അടുത്ത് ഇരിക്കുന്ന വാശി പിടിച്ചപ്പോൾ ഐനൂസിനെ നേരെ ഫ്രണ്ടിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ കാശുകൂടം കയറിയോണ്ട് തന്നെ അവനെ അപ്പം തന്നെ ഇറക്കി വിടാൻ പറ്റില്ല. അവൻ ഒരുപാട് ആഗ്രഹിച്ച് കയറിയാണ്. അപ്പോൾ ഒരു റൗണ്ട് അടിച്ച് വന്നിട്ട് ക്രാവിനെ ഇറക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട് ഇതിൽ യാത്ര ചെയ്യുമ്പോൾ. അല്ല, ഞാനൊരു ഇത് പറയില്ല, ഒരുപാട് നാളായി ഇങ്ങനെ ബൈക്കുമ്പോൾ യാത്ര ചെയ്തിട്ട്. ഇപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ 2 വീലർ എടുക്കും, അല്ലെങ്കിൽ കാർ എടുക്കുക ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ബൈക്കുമ്പോൾ യാത്ര ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഒരു പ്രത്യേകമായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ ചേട്ടനാണെങ്കിൽ ഇങ്ങനത്തെ വണ്ടി എടുക്കുമ്പോഴേ ആൾക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഒന്ന് ഇങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നും. ആൾക്ക് ഹൈറ്റ് ഉള്ള വണ്ടിയാണ് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം. അപ്പം അങ്ങനത്തെ ഞങ്ങൾ ടാറ്റ പോവാണ്. ഹെൽമെറ്റൊക്കെ വെച്ച് 2 ഫ്രണ്ടിലും നടുക്കിരുത്തി. എല്ലാവരും ഇതേപോലെ ചോദിക്കും 2 വീലറിൽ എത്തിക്കൊണ്ട് പോകുമ്പോൾ ഇത് സേഫ് ആണോ, അല്ലെങ്കിൽ പിള്ളേർ സീനാക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇത് സേഫ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കാറില്ലെങ്കിൽ വേറൊരു വഴിയില്ലല്ലോ, നമ്മളെന്തായാലും 2 വീലറിന് എടുക്കണം. 2 പേര് എത്തി പോകണം. പിന്നെ അത് ശീലമാവണം. എപ്പോഴെങ്കിലും എവിടെ പോകുമ്പോൾ നമുക്ക് കാറിന് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2 വീലർ എടുക്കുമ്പോൾ ഇതേപോലെ ശീലിച്ചാൽ അവർക്കും കൊള്ളാം, നമുക്കും കൊള്ളാം. ചെറിയ യാത്രകൾക്കൊക്കെ നമുക്ക് 2 വീലർ എടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് കുറച്ച് ബജ്ജി വാങ്ങിച്ചുകൊണ്ട് വന്ന് വിചാരിച്ചു. ഇത് കണ്ടപ്പോൾ തന്നെ കഴിക്കാൻ തോന്നിട്ട്, കാരണം നല്ല ചുടുചുടാ വറുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാതും നല്ല രസമുണ്ട് കാണാനായിട്ട്, ഇങ്ങനെ എല്ലാം പ്രദർശിപ്പിച്ച് വെച്ചതുകൊണ്ട്. അപ്പോൾ കുറച്ച് ഉള്ളിവട, കുറച്ച് മസാല ബോണ്ട, എല്ലാത്തിൽ നിന്നും കുറച്ച് 2, 3, 4 ആയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അയിനുക്കുട്ടൻ്റെ കയ്യിൽ പിടിക്കാൻ കൊടുത്തിട്ടുണ്ട്. അയിനുക്കുട്ടന് അത് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഒരിക്കലും ചേട്ടൻ പറഞ്ഞിട്ട് അമ്മനെ ഇത് സൂക്ഷിച്ച് പിടിക്കണം, തറയിലൊന്നും വീഴാൻ പാടില്ല, വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതും ഇങ്ങനെ പിടിച്ച് നല്ല എന്താ പറയുക വലിയ കുട്ടികളെ പോലെ ഇരിക്കുകയാണ്. അങ്ങനത്തെ വല്യമാരെ വീട്ടിലെത്തിയിട്ടുണ്ട്. വല്യമാരെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഡൗട്ട്, അവിടെ ആരും ഇല്ലേ. ഞങ്ങൾ ഇവിടെ ചമ്മി നാറി നിൽക്കുകയാണ്. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ആരുമില്ല. വീട്ടിൽ ഇവ മാത്രം, വിഷ്ണു മാത്രം ഒരു അമ്പലത്തിൽ പോയിരിക്കുകയാണ്. ഒന്നാമത് അത് ഞങ്ങളുടെ മിസ്റ്റേക്കാണ്, ഞാനത് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അവരിവിടെ ഉണ്ടോ, അല്ലെങ്കിൽ എന്നും വിളിച്ചു ചോദിക്കുന്നതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു പോവാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ തിരിച്ച് ഇനി വീട്ടിൽ പോട്ടെ. അതെ ഗൈസ്, ഞങ്ങൾ ചമ്മിരിക്കുകയാണ്. അവർ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഈവനിങ്ങിൽ ഒരിടത്തേക്കും പോകാൻ ചാൻസ് ഇല്ല, ഉണ്ണിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ ചേട്ടൻ അവരാക്കിയിട്ട് തിരിച്ച് ട്രിച്ചിൽ പോയി. അപ്പോൾ വേറൊരു പ്ലാൻ ഉണ്ടാവില്ല. എവിടേക്കെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ എന്നെ അവർ വിളിക്കും, അങ്ങനെയാണ് പതിവ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു വന്നു. ഇന്നാണെങ്കിലോ നമുക്ക് കുടുംബയോഗം ഉണ്ട് നമ്മുടെ വലിയേട്ടൻ്റെ വീട്ടിൽ. നമ്മൾ തൊട്ട് ഫ്രണ്ടിലുള്ള വീടാണ് വലിയേട്ടൻ്റെ വീട് കേട്ടോ. അപ്പോൾ അവിടെ കുടുംബയോഗം ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഞാൻ കുടുംബയോഗത്തിൻ്റെ 1.5 മണിക്കൂർ മുന്നേ എത്തുന്നത്. ചില്ലി ഗോബി, ചപ്പാത്തി, പൊറോട്ട. അത് കറി കൊണ്ടുവരുന്നുണ്ടാവും അല്ലേ? ചപ്പാത്തി ഉണ്ടാക്കി, പൊറോട്ട കറി.
അപ്പോൾ എല്ലാവർക്കും ഇന്ന് അവിടെ ഫുഡ് ഉണ്ട് കേട്ടോ, നൈറ്റ് ഫുഡ് ഉണ്ട്. കുടുംബയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് കേൾക്കണവരാണെങ്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മൾക്കൊരു 12 കുടുംബമുണ്ട്. ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം നോക്കിയിട്ട് ഒരു വീട്ടിൽ യോഗം വെക്കും. അങ്ങനെ മീൻസ് നമുക്ക് 12 മാസമാണോ ഉള്ളത്, അപ്പോൾ ഈ 12 കുടുംബങ്ങളാണോ ഉള്ളത്. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ മാസം വെക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ട്. അതും മോളും പാർക്കുട്ടിയും അവിടെ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ നേരെ പിന്നെ വീട്ടിലേക്ക് പോകാൻ നിന്നില്ല, നേരെ ഇങ്ങോട്ടാണ് കയറിയത്, ചേട്ടൻ്റെ വീട്ടിലേക്കാണ് കയറിയത്. പിന്നെന്താ അപ്പളിക്കും നിതീഷ് ചേട്ടൻ ജിമ്മിന് പോയി വന്നപ്പോൾ കക്കേര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. കുറച്ച് നാളികേരൊക്കെ ഇടാമെന്ന് വിചാരിച്ചു, പിന്നെ ശർക്കര ഇടാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ പഞ്ചസാര ഇടാറുണ്ട്, ശർക്കര ഇടാറുണ്ട് കേട്ടോ. നമ്മളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും ഈ ഒരു സാധനം. അപ്പോൾ ഇത് കുറച്ച് അധികം ഉണ്ട്, അപ്പോൾ വന്നവർക്കൊക്കെ ജ്യൂസായിട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അത് തൊലി പൊളിക്കുക ഇരിക്കുകയാണ്. ഇത് തൊലി പൊളിച്ച് അത് മിക്സ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകമായൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. ഇത് 7 മണിക്കായപ്പോൾ അഞ്ചും കാശിക്കുട്ടനും അമ്മയ്ക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ റൂമിലാണെങ്കിൽ പിള്ളേരെ കളിയോട് കളി, ഒരു കല്യാണ വീട് പോലുള്ളൊരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് എല്ലാവരും കൂടി കൂടുമ്പോൾ രസമാണ്. ഓരോ റൂമിൽ ചെന്ന് വർത്താനം പറയും. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ഹാളിൽ വന്നിരിക്കണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു പിള്ളേരുള്ളതുകൊണ്ട് തന്നെ അവരവരുടേതായ ലോകത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മ വന്നപ്പോൾ അമ്മ ഇത് ഞങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് തോലുകളയാനായിട്ട്. പിന്നെ കുറച്ച് നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്, തികയാണ്ട് വരുമോ എന്നൊരു ഡൗട്ട്. കൂടുമ്പോഴാണോ അല്ലെങ്കിൽ കക്കരി മിക്സിങ് മത്സരമാണോ? അങ്ങനെ ഒരു കപ്പെടുത്ത ചപ്പുരരുത്. നമ്മുടെ പെൺപടകളൊക്കെ കൂടിയിട്ട് അവിടെ വർത്താനത്തിലാണ്. പാറക്കുട്ടൻ്റെ ഡാൻസും കുഞ്ഞോളുടെ ഡാൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻസ് ആയതുകൊണ്ട് എനിക്കൊന്നും സംസാരിക്കാനില്ല. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും പെൺമക്കളുടെ അമ്മമാരാണ്. അതായത് ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി അങ്ങനെയുള്ള രീതിയിലാണ്. എനിക്ക് മാത്രം 2 ആൺകുട്ടികൾ, എനിക്ക് പെൺകുട്ടികൾ ഡാൻസ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നും പറയേണ്ടി വരുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നു, അങ്ങനെയാണെങ്കിൽ അല്ലൂട്ടനെ ഡാൻസ് പഠിപ്പിക്കാൻ വിടും, ഭരതനാട്യം പഠിപ്പിക്കാൻ വരാം, വലിയ കണ്ണൊക്കെ വെച്ചവൻ കളിച്ചോളും എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമായിട്ട് ഇവരെ മാളൂൻ്റെ ആയാലും കുഞ്ഞേച്ചിയുടെ ആയാലും പാതുൻ്റെയൊക്കെ ആയാലും പിള്ളേരുടെ ഡാൻസിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് ഒരു പറയുന്നത്, ഇറങ്ങിപ്പോടി, നിങ്ങൾക്ക് ഇതിന് അവസരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3ാമത്തെ കുട്ടി, അതായത് പെൺകുട്ടീനെയും കൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഗൈസ് ഇപ്പോൾ ഒന്നുമില്ല, അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ എന്താ, അപ്പോൾ കുറച്ച് നേരം ചെറിയ ചെറിയ കുശുമ്പുകളും മാളൂനും ഞങ്ങൾ എപ്പോഴും കാണാൻ കിട്ടാത്തതാണ്, കാരണം അവൾ വീട് പെരുമ്പാവൂരാണ്. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്കാണ് അവൾ വരാം. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ അമ്മമാരൊക്കെ കൂടിയിട്ട് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കറക്റ്റ് 7:30 ആകുമ്പോഴേക്കും എല്ലാവരും എത്തിച്ചേർന്ന് നമ്മളെ കുടുംബയോഗം സ്റ്റാർട്ട് ചെയ്യും. എങ്ങനെയാണ് പരിപാടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കറക്റ്റ് സമയത്തിന് എത്തിച്ചേരാത്തവരുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ച് ഉള്ളിൽ കയറണം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ കുടുംബയോഗം എവിടെ വെച്ചാണ് കൂടിയത്, അന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, അന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മൾ വീണ്ടും ഈ കുടുംബയോഗത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് പറയും. കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അത് പറയും കേട്ടോ. അത് ഞാനിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. പിന്നെ ഒരുപാട് പേരുണ്ട് ഇതേപോലെ ഒരു മാസത്തിലൊരിക്കൽ ആരുടെയെങ്കിലും വീട്ടിൽ കൂടുന്നവരുണ്ടെങ്കിൽ അവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥനയ്ക്ക് കേട്ടോ, കുഞ്ഞോളും പാറസൊക്കെ കൂടിയിട്ട് ഈശ്വര പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് ഇത് തുടങ്ങുക. എനിക്കൊക്കെ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ്, അത് ഭയങ്കരമായിട്ടോ. കാരണം ഞാനൊന്നും കണ്ടിട്ടില്ല എല്ലാവരും കൂടി ഇങ്ങനെ കൂടുന്ന സംഭവങ്ങൾ. അന്നത്തെ രാത്രി ഫുഡ് കഴിക്കുക, സംസാരിക്കുക, രസമാണ്. അതൊരു ഭയങ്കര സന്തോഷമാണ്, കാര്യങ്ങൾ സംസാരിക്കുക. ഇപ്പം നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മാസത്തിൽ വരുമ്പോൾ പിരിക്കാറുണ്ട്. അതൊക്കെ ആർക്കെങ്കിലും അസുഖം വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ കൊടുക്കുക, ധനസഹായം നൽകുക എന്നൊക്കെയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ ചർച്ചയിൽ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറയും. അത് നല്ലതാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഏതിനാണോ സപ്പോർട്ട് കൂടുതൽ അതെടുക്കും, മാറ്റി തള്ളും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ചർച്ചകളിലൂടെ കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളത് നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. ഇങ്ങനെ കാര്യം സംസാരിച്ചു, ഇങ്ങനത്തെ കാര്യത്തിന് തീരുമാനമാക്കണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അടുത്ത കുടുംബയോഗം വരുമ്പോൾ അത് നമ്മൾ വീണ്ടും എടുത്തിടുന്നതായിരിക്കും. കാശുകൂട്ടം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കട്ടെ, കാരണം അവന് ഉച്ചയ്ക്ക് ഉറങ്ങിയിരുന്നില്ല. അപ്പോൾ അവന് ഈ ഒരു സമയമായപ്പോഴേക്കും അവൻ ഉറക്കം വന്നപ്പോൾ അവന് ചോറും ചില്ലി ഗോപിയും കൊടുത്തുകൊണ്ടിരിക്കുക.
ഇരിക്കുകയാണ്. ഞാനും പിള്ളേർക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ മെയിൻ ചർച്ച എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബയോഗത്തിൻ്റെ കൂട്ടുകുടുംബത്തിൻ്റെ വാർഷികത്തെ കുറിച്ചാട്ടോ ഇന്ന് ചെയ്യണം എന്നൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വന്നതിന് ശേഷം ഒരു വാർഷികം ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമാണ്. ഇതിന് മുന്നേ ഒരു വാർഷികം ഉണ്ടായിട്ടുണ്ട്, അതിന് കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ്. ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു, കുറേ പേര് കാണാൻ വരും, നമ്മുടേതായ ബന്ധുക്കളൊക്കെ നമുക്ക് ക്ഷണിക്കാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളതേ ഫുഡ് കൊടുത്ത് ചേട്ടൻ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പൊറോട്ടയും ചപ്പാത്തിയും ചില്ലി ഗോപിയാണ്. പ്ലേറ്റൊക്കെ എടുത്തിട്ട് പിള്ളേർക്കൊക്കെ ആദ്യം കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വലിയവർക്കും കഴിക്കും, ആർക്ക് വേണമെങ്കിലും കഴിക്കും. അപ്പോൾ ഞാൻ ഉണ്ണികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചേട്ടന്മാരും അമ്മമാരൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ അവരാദ്യം കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം പിള്ളേർ അവരെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലുക്കുട്ടനാണെങ്കിൽ നൈസായിട്ടൊരു വാശിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വല്യമ്മ എന്താ പറയുക സ്ട്രിക്റ്റ്ലി അവനെ എന്താ പറയുക ബാൻ ചെയ്ത് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അതിനും കയറി നിന്നും കൊണ്ട് ഫോണും കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ വന്നതിൽ പകുതി പേരൊക്കെ ഇതേ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പിള്ളേരുടെ കലാപരിപാടികൾ ആരംഭിച്ചത്. അവർക്കൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പാട്ട് പാടിക്കോളാൻ പറഞ്ഞു. ആ പാട്ടോട് കൂടി കുടുംബയോഗം ഇവിടെ പിരിച്ചു വിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.